വ്യോമാക്രമണത്തിലും വ്യോമ പ്രതിരോധത്തിലും ഇന്ത്യയുടെ കരുത്ത് ലോകമറിഞ്ഞതാണ്. ഇപ്പോൾ ആ കരുത്ത് സ്വീകരിക്കാനായി ഒരുപാട് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ ക്യൂ നിൽക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അതെ, നമ്മുടെ ബ്രഹ്മോസ്, നമ്മുടെ ആകാശ് തുടങ്ങിയ വിവിധ ആയുധങ്ങൾ വാങ്ങാനായിട്ട് രാജ്യങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. ഓരോരോ രാജ്യങ്ങളായിട്ട് വന്ന് ഇന്ത്യയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങൾക്ക് തരുമോ എന്നുള്ളത്. അതെ, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കരാറിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. സുപ്രധാന കരാറാണ്. അതായത് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ, ആ മിസൈൽ വാങ്ങാനായിട്ട് രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള അന്തിമ കരാറിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യയുടെ പ്രതിരോധ മന്ത്രി ബെലാറസും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരുന്നു. കഴിഞ്ഞ ഡിസംബർ 4-നായിരുന്നു ആ കരാർ ഒപ്പിട്ടത്. ആ കരാർ പ്രകാരം രണ്ട് രാജ്യങ്ങൾ, ഒന്ന് വിയറ്റ്നാം, മറ്റൊന്ന് ഇന്തോനേഷ്യ, ഈ രണ്ട് രാജ്യങ്ങൾക്കും ബ്രഹ്മോസ് മിസൈലുകൾ നൽകാനായിട്ടുള്ള അന്തിമ രൂപമായിരിക്കുന്നു. 4000 കോടിയുടെ പദ്ധതിയാണ് ഇതിലൂടെ നടപ്പിലാവുന്നത്. 4000 കോടി രൂപയ്ക്കാണത് വിൽക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ആയുധ വിപണനത്തിൽ വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതാണ് ഈ ഇടപാട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിങ്ങനെ ഈ പറയുന്ന വാർത്ത ഇന്നലെ വന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇന്ന് പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്, ആകാശ് NG, ആകാശിൻ്റെ പുതിയ ജനറേഷൻ, അത് ഇന്ത്യ പരീക്ഷണം നടത്തിയിരിക്കുന്നു, അത് വൻ വിജയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിഗംഭീരമാണ് ഈ ആകാശിൻ്റെ കഥ എന്നുള്ളത്. ആകാശ് നിർമ്മിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായിട്ടാണ്. ഇന്ത്യക്കൊരു വ്യോമ പ്രതിരോധ സംവിധാനം വേണം എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യ ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയൊക്കെ ഇടുന്നത്. അന്ന് നമുക്ക് ഈ പറയുന്ന മിസൈലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുന്നിലാണെങ്കിലും ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നത് കാര്യക്ഷമമാകുക എന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ അയൺ ഡോം ഉണ്ട്. ഇസ്രായേൽ അയൺ ഡോം ഒരുക്കിയിരിക്കുന്നു. മറ്റ് പല വിധത്തിലുള്ള പ്രതിരോധ ആയുധങ്ങളും നൽകിയിരിക്കുന്നു. ഈ S-400 മുന്നോടിയായിട്ട് S-300 ഇതൊക്കെ റഷ്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ വ്യോമ പ്രതിരോധ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ ഇവരാരും തന്നെ കണ്ടിരുന്നില്ല, ലോകരാജ്യങ്ങളാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു വ്യോമ പ്രതിരോധ സംവിധാനം എന്തായാലും വേണം. വർദ്ധിച്ചു വരുന്ന സംഘർഷ സാധ്യതകളൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ വ്യോമ പ്രതിരോധത്തിനായിട്ട് സുദർശന ചക്ര എന്ന പേരിൽ നമ്മളിവിടെ നടപ്പിലാക്കിയിരിക്കുന്ന S-400 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ വാങ്ങുന്നത്. അപ്പോഴും നമ്മളെ ആരും അങ്ങനെ റഷ്യ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യം എന്നേ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഈ ആകാശ് വികസിപ്പിക്കുകയായിരുന്നു. ആകാശ് വികസിപ്പിച്ചപ്പോൾ പോലും ലോകരാജ്യങ്ങൾക്കൊന്നും പ്രതീക്ഷയില്ല. ഇന്ത്യയുടെ മിസൈലുകൾക്ക് ഓക്കെ, പക്ഷേ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിലേക്കൊന്നും ഇന്ത്യ വളർന്നിട്ടൊന്നുമില്ല. നമ്മൾ മാർസിൽ പോയപ്പോഴത്തേക്കും പശുവിനെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരാൾ ഈ പറയുന്ന മാർസ് ക്ലബിലേക്ക്, മൂൺ ക്ലബിലേക്കൊക്കെ ചെല്ലുന്നതിനെ പറ്റിയിട്ട് പരിഹസിച്ച് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു വ്യോമ പ്രതിരോധ ശക്തിയായിട്ട് ഇന്ത്യ ഒരിക്കലും വളരില്ല എന്ന് വിചാരിച്ചിരുന്നവരുടെ മുന്നിലേക്കാണ് നമ്മൾ ആകാശ് അവതരിപ്പിച്ചത്. ആകാശ് അവതരിപ്പിച്ചപ്പോൾ ഇത് അവർക്ക് ആർക്കും വിലയില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വന്നു, നമ്മൾ ആകാശ് പ്രയോഗിച്ചു കൃത്യമായിട്ട് നമുക്ക് ടാർഗറ്റുകളെ തകർക്കാൻ കഴിഞ്ഞു എന്ന് വന്നപ്പോഴാണ് ലോകം ഞെട്ടിയത്. ചേടാ, യുവമാരുടെ കയ്യിൽ ഇത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ S-400 ഉപയോഗിച്ചു, അതുപോലെ തന്നെ നമ്മൾ ആകാശ് ഉപയോഗിച്ചു. അപ്പോൾ ആകാശിനോട് വിശ്വാസ്യത വന്നു. കാരണം ആകാശ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആയുധമായിട്ട് മാറി. DRDO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ വ്യോമാക്രമണത്തിൽ മിടുക്കരാണ്, നമ്മളുടെ നല്ല മിസൈലുകളൊക്കെ ഉണ്ട് എന്നുള്ളതും ഈ ഓപ്പറേഷൻ സിന്ദൂറിലാണ്. കാരണം പാകിസ്ഥാൻ്റെ അസ്ഥിവാര ഇളക്കുന്ന പരിപാടിയായിരുന്നു ഇന്ത്യ ആക്രമിച്ചതോടുകൂടി നടന്നത്. അത് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് പൈലുകൾ അടങ്ങിയ കിർണ ഹിൽസിനെ നമ്മൾ അടിച്ചു തകർക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഈ പറയുന്ന പാകിസ്ഥാനിലുള്ള എയർബേസും നമുക്ക് തകർക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ നിരവധി എയർബേസുകൾ അവർ എത്രയും വർഷങ്ങളെടുത്താൽ മാത്രമേ ഇതൊക്കെ പുനർനിർമ്മിക്കാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ കൊണ്ടാണ്. ബ്രഹ്മോസ് കൊണ്ട് ആക്രമിക്കുകയും ആകാശ് കൊണ്ട് പ്രതിരോധിക്കുകയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹുമുഖ പോർമുനകളെ തകർക്കാൻ കഴിയുന്നുള്ളത്, രണ്ടിലേറെ പോർമുനകളെ തകർക്കാൻ കഴിയുന്നതാണ് ആകാശ് എന്നുള്ളതാണ്. അതായത് ഒറ്റയടിക്ക് 10 മിസൈൽ വന്നാലും ശരി തന്നെ അതിന് തകർക്കാൻ കഴിയും. ഈ പറയുന്ന ഇസ്രായേലിന് നേർക്ക് ഇറാൻ അയച്ചത് ഏതാണ്ട് 2000 മിസൈലൊക്കെയാണ്. അപ്പോൾ ഒരു ആകാശ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരുന്ന ഒരു യൂണിറ്റിൽ നിന്ന് ഒരേ സമയം 10 പോർമുനകളെ നമുക്ക് തകർക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 10 നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ 100 എണ്ണത്തിലെ ഒരേ സമയത്ത് തകർക്കാൻ കഴിയും. ഒന്നിന് പിറകെ ഒന്നായിട്ട് നമുക്ക് നിരവധി ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയും. അത്രയ്ക്കൊന്നും ആയുധങ്ങൾ വരുന്നില്ല. ഈ പറയുന്ന ഒരുമിച്ച് അയക്കുന്ന മിസൈലുകളെയൊക്കെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുണ്ട്. കൂടെ S-400 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആയുധത്തിന് ഒരുമിച്ച് വരുന്ന 10 മിസൈലുകളെ ഒരേ സമയം തകർക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അർമേനിയയും വിയറ്റ്നാമും നമ്മുടെ ഇന്ന് ആകാശ് പ്രതിരോധ സംവിധാനം വാങ്ങിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആകാശ് NG എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ
ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ന്യൂ ജനറേഷന് 10 പോർമുനകളെ ഒരുമിച്ച് തകർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ പോർമുനകളെ തകർക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ ടെക്നോളജിക്ക് വേണ്ടി മറ്റാരെയും ആശ്രയിക്കുന്നില്ല. ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ്സ് മോട്ടോറും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തദ്ദേശീയ റഡാർ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് ഇതിൻ്റെ നിയന്ത്രണം, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തദ്ദേശീയമായിട്ടാണ് നമ്മൾ വികസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. താഴ്ന്നു പറക്കുന്ന അതിവേഗ ലക്ഷ്യങ്ങളെയും പോർമുനകളെയും ദീർഘദൂരത്തിലുള്ള ഉയർന്നു പറക്കുന്ന അത്യുയരത്തിലുള്ള ലക്ഷ്യങ്ങളെയും തകർക്കാനായിട്ട് ഇതിന് പറ്റും എന്നുള്ളത്. അപ്പോൾ താഴ്ന്നു പറന്നാൽ, അതായത് റഡാറുകളുടെ കണ്ണിൽ പെടാതെ വരാൻ സാധ്യതയുള്ളവയെ പോലും കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് നമ്മുടെ ആകാശ് NG എന്ന് പറയുന്നത്. അപ്പോൾ ആകാശ് അത്തരത്തിൽ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആകാശിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു മൊബൈൽ യൂണിറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. സ്ഥിരമായിട്ടൊരിടത്ത് വെച്ച് തന്നെ ആക്രമിക്കാനും കഴിയും. അപ്പോൾ നമ്മളുടെ അതിർത്തി മേഖലയിലൊക്കെ സ്ഥിരമായിട്ട് വിന്യസിക്കാനും, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ഇത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം വന്നാൽ അവിടേക്കൊരു പുതിയ യൂണിറ്റിനെ കൊണ്ടുപോകാനും കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിൽ 2 വിധത്തിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മളുടെ ആകാശിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിയറ്റ്നാമും ഇന്തോനേഷ്യയായിട്ടാണ് ഈ പറയുന്ന ബ്രഹ്മോസിൻ്റെ കാര്യത്തിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ള. അങ്ങനെ ബ്രഹ്മോസിൻ്റെ കാര്യത്തിനകത്ത് കരാർ ഒപ്പിട്ടിരിക്കുന്ന നമ്മളോട് ആകാശിൻ്റെ പുതിയ പതിപ്പുകൾ മറ്റു രാജ്യങ്ങളും ചോദിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ബ്രഹ്മോസ് ഇവരൊക്കെ വാങ്ങിച്ചതിൻ്റെ കാരണം, ഇപ്പോൾ അത് വിയറ്റ്നാം ആയാലും ശരി തന്നെ, ഇന്തോനേഷ്യ ആയാലും ശരി തന്നെ, ചൈനയെ തടയിടാൻ വേണ്ടിയിട്ടാണ്. ദക്ഷിണ ചൈന കടലിടുക്കിൽ വന്നിരിക്കുന്ന ചൈനയുടെ ഭീഷണിയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ആകാശ് ഈ ബ്രഹ്മോസ് വാങ്ങിക്കുന്നതിലൂടെ വിയറ്റ്നാമും ഇന്തോനേഷ്യയും പറയുന്നത്. ചൈന ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ ബ്രഹ്മോസ് ഉണ്ട്, അതെടുത്ത് വെച്ച് അടിച്ചിരുന്ന എന്നാണ് ഇവർ കൃത്യമായിട്ട് സന്ദേശം കൊടുക്കുന്നത്. ആസിയാൻ രാജ്യങ്ങളുടെ പ്രതിരോധ പങ്കാളിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുക. ആസിയാൻ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മളെ നിന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അർമേനിയ പോലുള്ള രാജ്യങ്ങളും നമ്മളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ മംഗോളിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ പറയുന്ന റഷ്യയുടെയും ചൈനയുടെയും ഇടയിൽ കിടക്കുകയാണ്, ലാൻഡ് ലോക്ക്ഡ് ആണ്, ചൈനയുടെ ഭീഷണിയുണ്ട് നിരന്തരമായിട്ട്. എങ്കിലും അവർക്കൊക്കെ പ്രതിരോധ രംഗത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പലപ്പോഴും ഇന്ത്യ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ അടുത്ത് ആയുധങ്ങൾ ചോദിക്കും. തായ്വാൻ നമ്മുടെ ആകാശം, ബ്രഹ്മോസും അടക്കമുള്ള ആയുധങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ തായ്വാനെ ഇപ്പോഴും ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം കൊടുക്കണോ എന്നുള്ളതിനെ പറ്റിയിട്ട് പരിഗണനയിലാണ്. വൈകാതെ തീരുമാനം ഉണ്ടായിരിക്കും എന്നുള്ളത്. ബ്രഹ്മോസ് നമുക്കറിയാം ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ക്രൂയിസ് മിസൈലാണ്. അപ്പോൾ ബ്രഹ്മോസ് അതുപോലെ നമ്മുടെ ഈ വിയറ്റ്നാമും ഇന്തോനേഷ്യയും വാങ്ങുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ഫിലിപ്പൈൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബ്രഹ്മോസ് വലിയ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് S-400 ഇത്രയേറെ വിജയിച്ചത് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, നമ്മുടെ ആകാശമുണ്ടല്ലോ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് S-500 നമുക്ക് ഉണ്ടാക്കാമെന്ന്, ഈ ബ്രഹ്മോസ് ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാമെന്ന് റഷ്യ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ബ്രഹ്മോസിൻ്റെ പുതിയ പതിപ്പ് ഉണ്ടാക്കാമെന്ന് റഷ്യയോട് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആലോചിച്ച് 2028 800 കിലോമീറ്റർ റേഞ്ചുള്ള പുതിയ ബ്രഹ്മോസ് പുറത്തിറക്കും, ബ്രഹ്മോസ് NG പുറത്തിറക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോരോ വ്യോമാക്രമണത്തിലായാലും ശരി, ആയുധ നിർമ്മാണത്തിലായാലും പ്രതിരോധായുധങ്ങളുടെ നിർമ്മാണത്തിലായാലും വൻ മികവ് നമ്മൾ പുലർത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതിരോധ ആയുധ വിൽപ്പന എന്ന് പറയുന്നത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന 2024-25 സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യോമ പ്രതിരോധ സാമഗ്രികളുടെ ഇതുവരെയുള്ള കച്ചവടം, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാപാരം കൊണ്ട് നമ്മൾ നേടിയിരിക്കുന്ന 23,622 കോടി രൂപയുടെ വ്യാപാരമാണ്. അത്രയേറെ നമ്മൾ വികസിച്ചിരിക്കുന്നതാണ്. അതായത് 2024-25 ഒറ്റ വർഷത്തിനിടയ്ക്കാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനുണ്ടായ ശേഷം ഉണ്ടായ ഡെവലപ്മെൻ്റ് ആണിത്. അതുപോലെ തന്നെ ഇത് 31 ഇരട്ടി വർധനമാണ്. അപ്പോൾ 23,622 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുണ്ടായതിനേക്കാൾ 31 ഇരട്ടി 10 വർഷം കൊണ്ട് വർദ്ധിച്ചു എന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടിക്കുക. അതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥയെന്ന്. ഈ കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന വ്യോമ പ്രതിരോധത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വ്യോമ ആക്രമണത്തെ പറ്റിയിട്ടോ ഉള്ള സാധനങ്ങൾ വിൽക്കുന്നതിനെ പറ്റി എവിടെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് രാജ്യം ഇത്രയേറെ മികച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. 2029 നമ്മളിത് 50,000 കോടി രൂപയുടെ കച്ചവടത്തിലേക്ക് മാറും. അത്രയേറെ വ്യാപാരം വർദ്ധിക്കും. ആയുധ വ്യാപാരത്തിൽ ഇന്ത്യ ഒരു പ്രധാന രാജ്യമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാനായി രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.